പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് ഈ നാദാപുരം തുടങ്ങിയതിന്റെ ശേഷം. എന്താണെന്നറിയോ, നിങ്ങൾ നാളിതുവരെ അംഗീകരിച്ച പലതും ഇപ്പൊ നാദാപുരം കാരണം നിങ്ങൾക്ക് പറയാൻ പേടിയുണ്ട്. നാദാപുരം കാരണം പറയാൻ പേടിയാ. കാരണം എന്താണെന്നറിയോ, ഇവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. പണ്ട് KVM പന്താവൂര് എന്ന് പറഞ്ഞൊരു മുസ്ലിയാരുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചുപോയി. അയാളുടെ ബുക്കുകൾ ഇവരിങ്ങനെ പറയലുണ്ടായിരുന്നു. ഇവരുടെ ബുക്കുകൾ ധാരാളം വിൽക്കലുണ്ട്. നമ്മളത് ഓരോന്ന് ഇവിടെ കൊടുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പന്താവൂരിന് മാനസിക രോഗമാണ്. തള്ളി പറഞ്ഞു, മുഷാവറ കൂടി, ഒന്നാകെ മുഷാവറ കൂടിയിട്ട് തള്ളി. നാദാപുരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓരോന്നോരോന്ന് ഇപ്പൊ കേൾക്കുമ്പോൾ നാദാപുരം നാദാപുരം എന്നാ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് സലഫിയോട് ഇനിയിപ്പോ എന്താ, മുജാഹിദീങ്ങളോട് ഇനിയിപ്പോ എന്താ ഉത്തരം പറയാ എന്ന കാരണത്താൽ പേരോടിപ്പോ മുമ്പ് അംഗീകരിച്ച പലതും സത്യമാണെന്നറിഞ്ഞിട്ടും ഇവിടെ തള്ളിപ്പറയുന്നൊരു സ്വഭാവമുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ തന്നെ ആളാ പറയുന്നത്. ഒരു സുന്നി പണ്ഡിതൻ കക്കാട് മുഹമ്മദ് ഫൈസി നിങ്ങളുടെ ആ സ്വഭാവം ഇപ്പൊ അങ്ങനെ മാറിയിട്ടുണ്ട് എന്നത് നിങ്ങളോട് കക്കാട് ഫൈസി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ പറഞ്ഞിട്ട് അധികമായി പോകുന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ട് അധികമായി പോകണ്ട, സുന്നികൾ എന്ന് പറയട്ടെ. കാരണം നിങ്ങളൊക്കെ സുന്നികൾ ഒന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. കോഴിക്കോട് യോഗം കൂടിയപ്പോ സുന്നി ഐക്യവേദിയിൽ കക്കാടും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ പറയട്ടെ, എന്താണ് ഇപ്പൊ ഇയാൾക്ക് വന്ന മാറ്റം? ആ മാറ്റത്തെ പറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? പലതും ഇപ്പൊ ഇയാള് സലഫിനോട് മറുപടി പറയാൻ എങ്ങനെയാണ് പേടിച്ചിട്ട്, സലഫികളോട് എങ്ങനെ മറുപടി പറയും എന്ന് പേടിച്ചിട്ട് പലതും ഇപ്പോ അംഗീകരിച്ചിരുന്ന പലതും ഇപ്പോ മാറ്റി പറയുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട്. അതൊന്നും വേണ്ടട്ടോ എന്നൊക്കെ കക്കാട് ഫൈസി പറയുന്നത് ഞാനല്ല പറയുന്നത്, കക്കാടി ഫൈസി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ പുസ്തകത്തിൽ എഴുതുന്നു, പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു, കാറിൽ മാത്രമായി യാത്ര. മടവൂരിനെ കുറിച്ചാ പറയുന്നത്. സിഗരറ്റ് വലിച്ചിരുന്നു. അപ്പൊ താടിമുടികൾ പാടെ നീക്കം ചെയ്തിരുന്നു. സ്വർണ്ണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. ഖുതുബുൽ അഖ്താബിന്റെ സ്വഭാവ. ഇതെങ്ങനെ ഈ പുസ്തകം ഒരു വിമർശവും ഇല്ലാതെ എതിർപ്പുമില്ലാതെ AP വിഭാഗത്തിനിടയിൽ പ്രചരിച്ചിട്ടുണ്ടല്ലോ? അന്ന് എവിടെയായിരുന്നു ഈ പേരോടൊക്കെ? ശരീഅത്ത് വിരുദ്ധ പരിപാടികൾ എന്ന് പറഞ്ഞ് എന്തെന്നില്ലാതെ ദസൂഖിയ ഷെയ്ഖിനെയും മറ്റും അധിക്ഷേപിക്കുന്ന ഇവർക്ക് ഈ പുസ്തകം വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഇതും ഇവരുടെ ഒരു വലിയ നേതാവ് എഴുതിയതല്ലേ? ഇപ്പോഴെന്ത് പറയുന്നു എന്നതല്ല. സലഫി എന്തെങ്കിലും പ്രസംഗിക്കുമെന്ന് പേടിച്ചിട്ട് ഉത്തരം കിട്ടാതെ ആകുന്നതിനെ ഭയന്നിട്ട് എല്ലാവരെയും എല്ലാറ്റിനെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന പുതിയ നയം പേരോട് സ്വീകരിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ മുമ്പ് അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. കേട്ടോ, ഞാനല്ലേ പറയണത്. പലതും ഇപ്പൊ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം പേരോട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തിന്? സലഫി അല്ലെങ്കിൽ സലഫികൾ അവരുടെ എന്ത് മറുപടി പറയുമെന്ന് പേടിച്ചിട്ട്. ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ഐക്യവേദിയിൽ തന്നെയുള്ള ആളാ പറയുന്നത്. അപ്പോ ഈ ഒരവസ്ഥ എന്തിനേയും തള്ളിപ്പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോന്ന് നിങ്ങളിങ്ങനെ സമ്മതിക്കുമ്പോഴുന്നു കേട്ടോ, ഓരോന്ന് സമ്മതിക്കും. അപ്പൊ ഇതിനൊന്നും കൂടി മറുപടി നിങ്ങൾ പറയണം എന്നാണ് എനിക്ക് ആവർത്തിച്ച്